ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ കുട്ടികളെ എല്ലാവരും ഇത് നമ്മളെ പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് സെക്ഷനും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്പേഴ്സിനെ പാർട്ട് നമ്പർ ആക്കി മാറ്റി അത് എഴുതാനും അത് വായിക്കാനും കളർ ചെയ്യാനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ അറിയാം. ഒരു സർക്കിളിനെ ഞാൻ ആദ്യം ചുമ്മാ ഒരു 8 പീസ് ആക്കി ഡിവൈഡ് ചെയ്താലോ അല്ലെങ്കിൽ 6 പീസ് ആക്കി ഡിവൈഡ് ചെയ്താലോ, ഒരു പിസ പോലെ അല്ലേ, നമ്മൾ കഴിക്കുന്ന പിസ പോലെ കുറച്ച് പീസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ എത്രയാണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയാം. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ ചെറിയൊരു കാര്യമാണ്. എൻ്റെ മക്കള് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ പറയാൻ. നോക്കടാ, ഇതൊരു ചെറിയ പിസയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് ഇമേജിൻ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ പിസയിൽ ഞാൻ എത്ര ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്? 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അല്ലേ. 1 2 3 4 5 6 6 തുല്യ ഭാഗങ്ങളാക്കി 6 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 1/6 ആയിരിക്കും ഇല്ലേ. അടുത്തത് 1/6, ഇതും 1/6, അങ്ങനെ ഓരോന്നും 1/6 ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ 1/6 പോർഷൻ എന്ത് ചെയ്യാണ്, കളർ ചെയ്യാണ്. പക്ഷെ കളർ ചെയ്യുന്നത് ഇതേ നോക്കണേ, ഇതിൽ ഞാൻ കളർ ചെയ്യാൻ പോകുന്നത് ആകെ 3 എണ്ണം മാത്രം. ഈ 3 എണ്ണം മാത്രം എടുത്ത് ഞാൻ കളർ ചെയ്തു. അപ്പൊ നോക്കട്ടെ, ഇനി എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നത് കളർ ചെയ്ത പോർഷൻ എത്രയാണെന്നാ. ഇതിൽ കളർ ചെയ്ത പോർഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? 6 ഈക്വൽ പാർട്സ് ഇല്ലേ, 6 ഈക്വൽ തുല്യഭാഗങ്ങളാക്കിയതിൽ എത്ര എണ്ണം കളർ ചെയ്തു? 1 2 3 അല്ലേ, 3 ഭാഗങ്ങൾ കളർ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം കളർ ചെയ്ത പോർഷനെ? 3/6 എന്ന് പറയാം. ഇനി എൻ്റെ മക്കളൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ 3/6നെ എനിക്ക് ചെറുതാക്കാൻ പറ്റുമോ നോക്കിക്കേ. ചെറിയ രീതിയിലേക്ക് ആ ഫ്രാക്ഷനെ മാറ്റാൻ പറ്റുമോ, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാറ്റാം അല്ലേ. ഇന്ന് നേരെ എന്ത് ചെയ്യാം, നമ്മൾ ചെറുതാക്കിയാൽ എൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇതിൽ രണ്ടിലും 3 ഈക്വലി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ. 3ലും 3 പോകും ഒരു തവണ, 6ൽ 3 എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും. അപ്പൊ ഇതിനെ നേരെ ചെറുതാക്കിയാൽ എനിക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആണല്ലേ, പകുതി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ ഹാഫ് പോർഷൻ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു സർക്കിളിന്റെ ഹാഫ് പോർഷൻ അല്ലേ ശരിക്കും ഞാൻ ഇവിടെ എന്താക്കിയത്, കളർ ചെയ്ത് കൊടുത്തത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ 6 പീസസ് ആക്കിയതുപോലെ 8 പീസസ് ആക്കി മാറ്റിയെന്ന് വിചാരിച്ചു എൻ്റെ കുട്ടികളെ. ഇത് തുല്യമായിട്ടുള്ള 8 ഭാഗങ്ങളാക്കി അതിൽ ഞാൻ 4 പോർഷൻസ് ആണ് കളർ ചെയ്യുന്നത് കേട്ടോ. ഇത് നോക്കണവേ, ഇത് നോക്കിക്കേ. 1 2 3 4. അപ്പൊ 4 ഭാഗങ്ങൾ കളർ ചെയ്തു. 8 പീസ് ആക്കിയതിൽ എത്ര ഭാഗങ്ങളാ കളർ ചെയ്തത്? 4 എണ്ണം. അപ്പൊ കളർ ചെയ്ത ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 4/8 എന്ന് പറയാം. ഇനി എൻ്റെ മക്കൾ നോക്കിക്കേ, ഈ 4/8നെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ നോക്കാം നമ്മളല്ലേ. ചെറുതാക്കി നോക്കിക്കേ, നേരെ പകുതി ആക്കി നോക്കിക്കേ, എത്ര വരും? അതെ നോക്കിക്കേ, 4നെ നേരെ ചെറുതാക്കിയാൽ, നേരെ പകുതിയാക്കിയാൽ 2 എന്ന് വരും ഇല്ലേ. 8നെ നേരെ ചെറുതാക്കിയാലോ 4 എന്ന് വരും ഇല്ലേടാ. ഇനിയും നമുക്ക് ഇതിനെ ചെറുതാക്കാം അല്ലേ. ഇനിയും ചെറുതാക്കിയാൽ എന്താവും? 2നെ നേരെ പകുതിയാക്കിയാൽ 1, 4നെ നേരെ പകുതിയാക്കിയാൽ 2. നോക്കടാ, ഇതും എന്ത് കിട്ടി? 1/2, ഹാഫ് എന്ന് കിട്ടി. ശരിയല്ലേ. ഞാനൊരു സർക്കിളിനെ 8 പീസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ പകുതി ഭാഗമാണ് ഞാൻ എന്ത് ചെയ്തത്, കളർ ചെയ്തത് അല്ലേ. ഇത് നേരെ പകുതി കളർ ചെയ്തിട്ടില്ല, ബാക്കി പകുതി കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമുക്ക് 4/8 എന്ന് കിട്ടിയാലും 1/2 എന്ന് പറഞ്ഞാലും സെയിം ഫ്രാക്ഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതാ 3/6 എന്ന് നേരത്തെ കിട്ടി, അതും 1/2 ആണ്. അപ്പൊ നമ്മൾ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനും എന്താക്കുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. ശരിയല്ലേടാ. അപ്പൊ അതുപോലെ ഞാനൊരു ചെറിയ പീസ് ഇവിടെ ഒരു കയർ എടുത്തിട്ടുണ്ട്. എന്റെ കുട്ടികൾ നോക്കിക്കേടാ, 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കയറുണ്ട്. അതുപോലെ തന്നെ 1/2 മീറ്റർ അല്ലെ, 1/2 മീറ്റർ പകുതിയുണ്ട്. അപ്പൊ ഒന്നുണ്ട് അതിന്റെ പകുതിയുണ്ട്. ശരിയല്ലേടാ. 1ഉം അതിന്റെ പകുതിയും 2 കൂടെ ചേർന്നാൽ എത്രയായിരിക്കും? 1 മീറ്ററും
അതുപോലെ അതിന്റെ പകുതിയും അല്ലെ, അതിന്റെ കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. ഇത് ഇവിടെയുള്ള 1ഉം അതിന്റെ പകുതിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, 1.5 എന്ന് വരും. ശരിയല്ലേ? 1ഉം അരയും 1.5, 1.5 എന്ന് എഴുതാം അല്ലേടാ. 1 + ½ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1.5 അല്ലെ. അതിന് 1.5 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് എഴുതാം, ചേർത്ത് എഴുതാം, ചേർത്തിട്ട് ഒരുമിച്ച് എഴുതാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ 1നെ നേരെ ഹാഫ് ആക്കിയാലാണ് എന്ത് വരുന്നത്, പകുതി ആക്കിയാലാണ് ഈ ഒരു 1/2 എന്ന് പറഞ്ഞ ഭാഗം വരുന്നത്. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിന് ഒരുമിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, 1.5 അല്ലെ, 1.5 എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്തതോ, 1 3/4. എന്താ ഈ 3/4 മീറ്റർ എന്ന് പറഞ്ഞാൽ, മുക്കാല് എന്നൊക്കെ പറയില്ലേ നമ്മള്, മുക്കാല് അല്ലെങ്കിൽ എന്താ പറയാ 3/4 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ 1നെ ഞാൻ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കി, ഈക്വൽ ആയിട്ടുള്ള 4 പീസ് ആക്കി. ആ 4 പീസില് 3 എണ്ണം മാത്രം കേട്ടോ, 4 പീസിൽ ഈ 3 എണ്ണം മാത്രമാണ് എന്തായത്, ഈ പറയുന്ന 3/4 ആയത്. 4 എണ്ണത്തിൽ 3 എണ്ണം അത് മാത്രം ഞാൻ എന്ത് ചെയ്തതാണടാ, താഴേക്ക് വരച്ചു വെച്ചു. അപ്പൊ 1ഉം 3/4 ഒരുമിച്ച് കൂട്ടി ഞാൻ ചേർത്തതാ. ഇതിന് ഞാൻ നേരെ ഇപ്പുറത്തേക്ക് എടുത്ത് ചേർത്ത് നീളത്തിൽ അങ്ങ് തുന്നി ചേർത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ എന്തായിട്ട് മാറും, ഈ 1ഉം 3/4 കൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ 1 3/4 എന്ന് ഒരുമിച്ച് എഴുതാം ഇല്ലേടാ. 1 3/4, 1 3/4 എന്ന് നമുക്ക് എന്താക്കാം, ഒരുമിച്ച് എഴുതാം. അപ്പൊ 1.25 എന്നൊക്കെ പറയും നമ്മള്. ശരിയല്ലേ? അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഒരു കാര്യം കാണുന്നുണ്ട് അല്ലെ. എന്താണ് ഈ കാര്യം, ഇതിൽ കളർ കൊടുത്ത പോർഷന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് എഴുതണം. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? ഒരു സർക്കിളില് ഫുൾ ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് മൊത്തം കളർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ 1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഒന്ന് മൊത്തത്തിൽ കളർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, അതിനെ 1. കാരണം ഇത് 1 മൊത്തത്തിലുണ്ട്, അതുകൊണ്ടാണ് 1 എന്നെടുത്തത്. ഇവിടെ നോക്കിക്കേ, അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരാളെ മാത്രം കളർ കൊടുത്തു. അപ്പൊ കളർ കൊടുത്തത് ആരാണ്, 1/4 ആണ്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 1ഉം 1/4 എങ്ങനെ എഴുതാം, 1/4 എന്ന് എഴുതാം. ശരിയല്ലേ? അടുത്ത നോക്കിക്കേ, 1 ഉണ്ട്. അടുത്ത നോക്കണേ, 1 2 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരാളെ മാത്രമേ ഷെയ്ഡ് ചെയ്തുള്ളൂ. അപ്പൊ എന്ത് വരൂടാ, 1/3 അല്ലേ, 1/3. അപ്പൊ 1ഉം 1/3 ഒരുമിച്ച് എഴുതിയാൽ എങ്ങനെ വരും, 1/3 എന്ന് വരും. കളർ ചെയ്തത് ഒരുമിച്ച് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് ഇല്ലേടാ. ഈ ഒരു സെക്ഷനിൽ കളർ ചെയ്തത് എത്ര പാർട്ട് എന്ന് ചോദിച്ചാൽ ഈ 1ഉം 1/3. ഇനി ഇവിടെ നോക്കിയേ, 1, അടുത്തതോ 1 അല്ലെ. ഇത് മൊത്തത്തിൽ കളർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കണേ, ഈ 4 പീസിൽ ഒരാളെന്ന് പറഞ്ഞാൽ 1/4. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്, 1ഉം 1/4 അല്ലേടാ. അപ്പൊ 1ഉം 1ഉം 2, 2ഉം 1/4 എത്ര വരും, 2/4 അല്ലെ. 2 1/4 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഏറ്റവും ലാസ്റ്റ് പാർട്ട് ആരാ, ഞാനാണോ നിങ്ങളാണോ ആൻസർ പറയാൻ പോകുന്നത്? യെസ്, എന്റെ കുട്ടികളാണ് ആൻസർ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് പാർട്ടിന്റെ ആൻസർ എന്റെ കുട്ടികൾ എവിടെ പറയാ, കമന്റ് ബോക്സിൽ പറയാ. അപ്പൊ എന്തായാലും മിസ് ഇതിനുള്ള ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ആരാണ് ആദ്യം പറയുന്നത് നമുക്ക് നോക്കാലോ. അപ്പൊ എന്തായാലും എന്റെ കുട്ടികൾ എല്ലാവരും പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്റർ നല്ല സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനിയും നിങ്ങളെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോന്റെ താഴെ പറയാം. ഇതിന്റെ ആൻസറും അതിന് കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളായിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.